വളരെ സന്തോഷം നിറഞ്ഞ് തുളുമ്പുന്ന ഒരു മീറ്റിംഗാണിത്. എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ്. കുർബാനയ്ക്ക് ആരംഭത്തിൽ ഞാൻ പറഞ്ഞു, കുറച്ച് പേരൂടെ കാണണമെന്നുണ്ടായിരുന്നു, അത് വരുമായിരിക്കും. വന്നു, കുറേ പേര് വന്നു. നമ്മൾ പലരും വർഷത്തിലൊരിക്കലേ കാണാറുള്ളൂ. ആ കാണുന്നത് സന്തോഷമാണ്. തിരുവനന്തയെ തിരിച്ചറിയുന്ന സമയം. ഈ ട്രസ്റ്റ് രൂപീകരിച്ച ഒരു മീറ്റിങ്ങിൽ ഒരാൾ, അതിൻ്റെ അന്നത്തെ ആളുകൾ ഒരാൾ പറഞ്ഞതാണ്, തിരുവനന്തയെ പരസ്പരം കണ്ടാൽ തിരിച്ചറിയണം. തിരുവനന്തയ്ക്കെതിരെ മറ്റൊരു തിരുവനന്തയ കേസിന് പോകരുത് എന്ന് പറഞ്ഞാൽ അറിവ്, സ്നേഹം, പരസ്പര സഹകരണം, അങ്ങനെയാണ് നമ്മുടെ ട്രസ്റ്റ് മുന്നോട്ട് നീങ്ങുന്നത്. അതുകൊണ്ടാണ് 28 വർഷം ഇത് ഉത്തരോത്തരം ശക്തി പ്രാപിച്ച് ജീവൻ തുടിക്കുന്ന ഒരു സംരംഭമായി മാറിയിരിക്കുന്നത്. ജോസിയേട്ടൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ട്രസ്റ്റിന് ഭദ്രത വന്നിട്ടുണ്ട്. ഓർഗനൈസേഷണൽ ലെവലില്, പ്രവർത്തന മണ്ഡലത്തില് എല്ലാവർക്കും വേണ്ടപ്പെട്ടതായിട്ടുണ്ട്. അതാണ് വിജയം. എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒന്നായിട്ട് നമ്മൾ മാറിയിരിക്കുന്നു. നാം ട്രസ്റ്റ് രൂപീകരിച്ചതിന് ശേഷം രൂപീകരിച്ച 1-2 ട്രസ്റ്റുകൾ തീർന്നു പോകുന്നതിന് കാരണം പരസ്പര സഹകരണം, സ്നേഹത്തോടു കൂടിയുള്ള പ്രവർത്തനം. അഭിനന്ദിക്കാൻ തോന്നുന്നതല്ല, ഞാൻ അഭിനന്ദിക്കണം. ട്രസ്റ്റിന്റെ ഈ പ്രവർത്തനം ജോസഫ് വിവിധ മേഖലകളിലേക്ക് വ്യാപിപ്പിച്ചു. മാത്രമല്ല, അത് കുറച്ചുകൂടെ യുക്തിയുക്തമായിട്ട് എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട്, ഒരാൾ തന്നെയല്ല, എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തി. അതാണ് പരസ്പര സഹകരണം വളരുന്നതിന്, പരസ്പര ധാരണ ഉണ്ടാകുന്നതിന് കാരണമായി തീർന്നത്. അതിനെ പ്രത്യേകം ജോസിയേട്ടനെ അഭിനന്ദിക്കുന്നു. അതുപോലെ ഭാരവാഹികൾ ആത്മാർത്ഥതയോടുകൂടി അവരവരുടെ റോളുകളിൽ, ഔസേപ്പച്ചനെയും സെക്രട്ടറി എല്ലാവരെയും ഞാൻ മനസ്സിൽ കണ്ടുകൊണ്ടാണ് പറയുന്നത്, അവരവരുടെ ഡ്യൂട്ടികളിലും അവരെ ആത്മാർത്ഥതയോട്